എന്റെ വീട്ടിൽ 4 പോലീസുകാർ ഇന്നും എനിക്ക് കാവലിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിനെതിരെ സംസാരിച്ചാൽ തീർത്തു കളയും ആൾക്കാർ. ഇവിടെ ഒരു ബിസിനസ്സുകാരൻ അവന്റെ നേതൃത്വത്തിൽ എല്ലാ ഫയലുകളും ബെഹ്റയ്ക്കറിയാം, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം, സാക്രയ്ക്കറിയാം, ഇവിടുത്തെ എല്ലാവർക്കും അറിയാം അവൻ ഇവിടെ നടത്തുന്ന റൈ പാർട്ടീസ് എല്ലാം. അവനെതിരെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഐ എം ചാലഞ്ചിങ്, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അവനെ പിടിക്കാൻ പറ്റുമോ? ജനം സല്യൂട്ട് ചെയ്യും അദ്ദേഹത്തെ. അദ്ദേഹം എന്തിനാ നോക്കണേ? അദ്ദേഹം എന്തിനാ പേടിക്കണേ? ഇവിടുത്തെ പോലീസിന് വേറെ ഒന്നും വേണ്ട. പോലീസിന് എല്ലാ സംവിധാനവും ഉണ്ട്. എൻകൗണ്ടർ ചെയ്യണം. എത്ര കുട്ടികളുടെ ഫ്യൂച്ചറാ പോയിരിക്കുന്നത്. യുപിയിൽ യോഗി ചെയ്ത പോലെ എൻകൗണ്ടർ ചെയ്യണം. പോലീസിന് ഉണ്ട ഇല്ലെങ്കിൽ ഞാൻ എന്റെ തോക്കുന്ന ഉണ്ട കൊടുക്കാം. 0.45 കാലിബർ ഉള്ള സാധന 9mm പവർഫുൾ ആയിരിക്കും. ഞാൻ സീരിയസ്ലി പറയാണ്, പോലീസ് തോക്ക് വെച്ചോണ്ടിരിക്കരുത്. ഇത്തരം രാജ്യദ്രോഹികളെ ഷൂട്ട് ഔട്ട് ചെയ്യണം. പോലീസിന് ചെയ്യാനുള്ള പവർ ഉണ്ട്. എത്ര കുട്ടികളുടെ ജീവിതമാണത് അവർക്ക്. ആക്ഷൻ എടുക്കില്ല. ഇയാൾക്കെതിരെ പറഞ്ഞതിനാണ് ദിനേശ് എന്ന് പറയുന്ന ആള് എന്നെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടി ഇതാക്കി. അന്ന് ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു, നെവർ ഡു ദാറ്റ്, ഹി സെയിങ് സംതിങ് ട്രൂത്ത്. അത് റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. അന്ന് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാനിപ്പുലേഷൻ ആണ് ഇവിടെ. അതുപോലെ കൊച്ചിയിലെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. ഈ മയക്കുമരുന്ന് വേങ്ങ് കൊച്ചു 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 ഏജൻസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മളെടുത്ത് വിവരങ്ങൾ പറയൂ, നമ്മൾ അധികാരികളെ അറിയിക്കാന്ന്. ജനങ്ങൾ അതിൽ ആ ട്രാപ്പിൽ പെടരുത്. അവർ ഈ ഡ്രഗ് മാഫിയയുടെ തന്നെ അണികളാണ്, കണ്ണികളാണ്. പലവരെയും അവർ വഴിയിലിട്ട് തല്ലിച്ചതച്ചു, പലവരെയും അപകടത്തിൽപ്പെടുത്തി. ഈ വിവരം റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസിന് വിവരം അറിയിക്കൂ. പോലീസിൽ തന്നെ ചില ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. 100% ഒരു 5 തൊട്ട് 10% വരെ ഉണ്ട്. എല്ലാവരും നല്ലതാണെന്ന് പറയാൻ ഞാൻ ഹരിചന്ദ്രനൊന്നുമല്ല. നമ്മുടെ അകത്തും വളരെ ഫ്രോഡുകളുണ്ട്, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഋഷിരാജ് സിംഗിന്റെ കേസ് ഞാൻ ഇത്രയും ഈ ഒരു പ്രസ് കോൺഫറൻസ് ചുമ്മാതെ ഒരു ലൈവ് ഇടുന്ന പോലെ അല്ല ഒരു പ്രസ് കോൺഫറൻസ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ധാർമ്മിക ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് റെക്കോർഡാക്കാൻ വേണ്ടി ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഋഷിരാജ് സിംഗ് ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കൂ, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം? ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ നേരെ ഋഷിരാജ് സിംഗിനെ വിളിച്ചു. ലഹരിയുടെ ഡീറ്റെയിൽസ് ഷോറ എന്താ HP നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. HP വിളിച്ചു. 2 ദിവസം കഴിഞ്ഞു. ഒരാഴ്ചയായിട്ട് റിസൾട്ട് ഇല്ല. ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് റിസൾട്ട് ഇല്ല? ഇന്ന ആൾക്കാർ ഇതിലേക്ക് ഇൻവോൾവ് അല്ലേ എന്ന് ചോദിച്ചു. എന്ന് മേളാൽ ഈ വിഷയം പറഞ്ഞ് എന്നെ വിളിക്കരുത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സെക്യൂരിറ്റി ഫോണ് കട്ട് ചെയ്തു. മനസ്സിലായോ? ഇതാണ് നല്ല കേസുകൾ പറഞ്ഞു. അതേസമയത്ത് ഇവിടെ തമ്പാക്ക് വെക്കുന്ന ഒരുത്തനെ പിടിച്ചോണ്ട് പോയിട്ട് 1 മാസം പിടിച്ചകത്തിട്ട് ഇടിയോടിടി. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പിടിച്ചിട്ട് ഞാൻ അയാളെ കാണുന്നത് എഴുകോൺ പോലീസ് സ്റ്റേഷൻ എന്നാ. എന്താ ചെയ്തപ്പോ തമ്പാക്ക് വെച്ചതാണ്, ഞാൻ തമിഴ്നാട്ടുകാരനാണ്, എന്നെ 1 മാസമായിട്ട് സ്റ്റേഷനിൽ ഇങ്ങനെ ഓട്ടിയിട്ടിട്ട്. ഞാൻ പറഞ്ഞത് നിയമവിരുദ്ധമാണ്. ഇൻസ്പെക്ടർ അടുത്ത് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ എടുത്ത് പറഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കോടതിയിൽ ഹാജരാക്കണം ഇയാളെ. ഇതാണ് ഇവിടുത്തെ കഥ. തമ്പാക്ക് വയ്ക്കുന്നവരെ കഞ്ചാവ് കേസിലാക്കും. ഈ കഞ്ചാവൊന്നും അല്ല പ്രശ്നം. ഈ MDMA എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നത് MDMA ആണോ? കോടതി ചെല്ലുമ്പോൾ ഇവിടെ എത്ര ഒരുത്തൻ ഇതിനകത്തുനിന്ന് ചാടിപ്പോയി. ഏതിനകത്തുനിന്ന്? നമ്മുടെ ജനലിൽ നിന്ന് ചാടിപ്പോയി. ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ചോ? മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ കോടതിയിലെത്തുമ്പോൾ അരിമാവാവും. അപ്പൊ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുള്ളവരെ ചെയ്യിപ്പിക്കില്ല, അവരെ ട്രാൻസ്ഫർ ആക്കും. എന്തുകൊണ്ട് നിഷാന്തിനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു? നിഷാന്തിന്റെ ഇടയിൽ റിപ്പോർട്ടില്ലായിരുന്നോ? ആ മാഡം എത്ര ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ അന്വേഷിച്ചത്? അപ്പൊ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഒന്നുകിൽ ഒരു റീത്ത് വെച്ച് മൂക്കിൽ പഞ്ഞു വെച്ച് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഓർഡർ കിട്ടേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഇത്. അപ്പോൾ ക്രൂരത കൊണ്ട് നേരിടണം, ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മുറിക്കണം, മാഫിയ കൊണ്ട് നേരിടണം. ഇത് പോലീസിന് കൃത്യമായിട്ട് ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുമെങ്കിൽ, പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കും. അതിന്റെ ഫസ്റ്റ് കാര്യം ഞാൻ ജനങ്ങളോട് പറയാണ്, ആ 2 അക്ഷരത്തിൽ പേരുള്ള ആളെ ആദ്യം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. മാതൃകാപരമായ ശിക്ഷ. കാലിലും നഖത്തിലും ആനയെ അടിക്കരുത്. ആനയെ അടിക്കണമെങ്കിൽ തകർക്കേണ്ട മസ്തകത്തിലടിച്ച് തകർക്കണം. ഇത് ജനങ്ങളുടെ ഭാവിയാണ്. യൂത്ത് ഇല്ലെങ്കിൽ സമൂഹം തകർന്നു പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.